ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സീരീസിൽ നമ്മുടെ ഉച്ചഭക്ഷണം നമ്മുടെ ഇതിൻ്റെ പേരെന്താ, പപ്പായയും തേങ്ങയും കൊണ്ട് ഞാനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ യു ക്യാൻ സി നമ്മുടെ പടവലങ്ങയും ഈ പരിപ്പും കൂടി ഇട്ടിട്ട് ഒരു തോരൻ, ആൻഡ് ഇത് നമ്മുടെ ഗ്രീൻ പീസ് കൊണ്ടൊരു കറി, ആൻഡ് ഇത് നമ്മുടെ ഗാർലിക്കാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, കുറച്ച് ഇതിടാം, കുറച്ച് അച്ചാർ, ഇതെല്ലാം കൂടെ കൂട്ടി യോജിച്ച് നമുക്ക് കഴിക്കാം. യാമി. അപ്പോൾ ഗൈസ്, പാസ്ത മേക്കറാണ് സുവൈഗയുടെ. ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് റെഡ് പാസ്തയാണ് ഗൈസ്. സോ നമുക്കിതൊന്ന് നോക്കാം. ഗുഡ്. ഇതിനകത്തുനിന്ന് ടൊമാറ്റോ, ഉള്ളി, ചീസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ്. സോ ലാസ്റ്റ് ടൈം വൈറ്റ് ആയിരുന്നു, ഈ പ്രാവശ്യം റെഡ് പാസ്ത. സോ ഇറ്റ് ഈസ് യമി ഗൈസ്, വെരി വെരി യമി. എനിക്കിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ലഞ്ച് ഇതാ കടലക്കറിയാണ്. സാധാരണ എല്ലാവരും വറുത്തരച്ച് കടലക്കറി വയ്ക്കും. ഞാൻ പക്ഷേ വറുക്കാതെ തന്നെയാണ് തേങ്ങയൊക്കെ അരച്ച് ഇട്ടത്. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ, പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് വരട്ടിയും നമ്മുടെ ഗാർലിക്കിൻ്റെ അച്ചാറും എല്ലാം കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇന്നത്തെ നമ്മുടെ ലഞ്ച് മീൻകറിയാണ് ഗൈസ്. നമ്മുടെ മത്തിക്കുട്ടന്മാരാണ്. സോ മത്തിക്കറിയും മത്തി ഫ്രൈയും, പിന്നെ കുറച്ച് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ഞാൻ സ്പ്രൗട്ട്സ് ഒന്ന് വേവിച്ചെടുത്തു. അത് ചിലർക്കത് അങ്ങനെ പച്ചക്ക് കഴിക്കാം, ചിലർക്ക് ഈ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നമുള്ളവർക്ക് വേവിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മഹേഷ് ചേട്ടൻ എന്തായാലും വേവിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഗൈസ്. ഇതെല്ലാം കൂടെ നമ്മളിതിൻ്റെ കൂടെ ഇട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. വെരി യമ്മി യമ്മി, സൂപ്പർ. അപ്പോൾ ഗൈസ്, നിങ്ങളൊക്കെ എന്താണ് കഴിച്ചത്? വീണ്ടും ഇന്ന് നമ്മളുടെ ഉച്ചയൂണിന് നമുക്ക് ഒരു സ്പെഷ്യൽ സംഭവമാണുള്ളത്. എന്താണെന്നറിയോ? ദിസ് ഈസ് ചക്കക്കുരു. സോ ചക്കക്കുരു തേങ്ങയൊക്കെ അരച്ചൊരു കറിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ലേഡീസ് ഫിംഗറിൻ്റെ മെഴുക്ക് പുരട്ടിയുണ്ട്, കുറച്ച് ഗാർലിക്കിൻ്റെ അച്ചാറും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടിക്കുഴച്ച് കഴിച്ചാലോ ഗൈസ്. ഇന്ന് കുത്തരിച്ചോറല്ല, നമ്മുടെ സാധാരണ നമ്മുടെ സോനാ മസൂരി റൈസാണ്. കൊള്ളാട്ടോ, അടിപൊളി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചക്കക്കുര കൂട്ടാനും അടിപൊളി തേങ്ങയൊക്കെ അരച്ച്. ഐ ലവ് ഇറ്റ്. അപ്പോൾ കഴിച്ചാ സാമ്പാറുണ്ട്, മുട്ട പുഴുങ്ങിയതുണ്ട്, ഗാർലിക്കിൻ്റെ അച്ചാറുണ്ട്. പിന്നെ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ, അതായത് പീര പറ്റിച്ചത്. സാധാരണ നമ്മൾ മീനും തേങ്ങയും മാങ്ങയൊക്കെ ഇട്ടിട്ടല്ലേ, ഇന്ന് ഞാൻ വേറൊരു സംഭവത്തിലിട്ടിട്ടുണ്ട്. ഇതാണ് പടവളങ്ങ. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? വെരി യമ്മി ഗൈസ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പടവളങ്ങ മത്തിയുടെ കൂടെ ഇട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ അതായത് നല്ല ടേസ്റ്റ് ആട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് കഴിക്കാം ഗൈസ്. ഇന്ന് രാവിലെ തന്നെ വൈകി എന്താ ചെയ്തെന്നറിയോ? അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, അമ്മ എനിക്ക് ചോറും. ഇതിൻ്റെ സ്മെല്ല് കണ്ടപ്പോഴേ അവൾ എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇതെല്ലാം കഴിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ കുഞ്ഞനും എനിക്കും ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ ചോറും കഴിച്ചുകൊണ്ടാണ് പോയത്. ഞാൻ കുഴക്കട്ട ഉണ്ടാക്കിയിട്ട് അവർക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ സാമ്പാറുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, സ്പ്രൗട്ട്സ് ഉണ്ട്, ക്യാബേജ് തോരനുണ്ട്, ചമ്മന്തിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കഴിച്ചാലോ ഗൈസ്. അത് മഹേഷേട്ടൻ്റെ കേട്ടോ, ഞാൻ ഓൾറെഡി കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് യു ക്യാൻ ടേക്ക് ദി ചമ്മന്തി, വെജ് തോരനും എല്ലാം കൂടെ നമുക്കിങ്ങനെ കുഴച്ച് അങ്ങനെ കഴിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ ഇഷ്ടം. നിങ്ങൾക്ക് അങ്ങനെയാണോ? ഈ തോരൻ എനിക്കിങ്ങനെ ചോറിൽ അടിപൊളിയാണ്. അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. കറികളൊക്കെ ഒഴിച്ചു കൂടുന്നതിനെക്കാട്ടി ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് ചമ്മന്തി, അല്ലെങ്കിൽ തോരൻ, മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഗാർഡല്ലേ, സോ ബോട്ടിൽ ഗാർഡ് കൊണ്ട് ഒരു പരിപ്പ് വെച്ചൊരു കറിയും നമ്മുടെ ഗാർലിക് ആൻഡ് മുട്ട പൊരിച്ചത്. ഇന്ന് വളരെ സിമ്പിളാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമുക്കൊന്ന് കഴിക്കാം. ഓക്കെ, യമി. സോ വളരെ സിമ്പിളാണെങ്കിലും വളരെ ടേസ്റ്റിയാണ് ഗൈസ്. അപ്പം നിങ്ങളൊക്കെ എന്താണ് കഴിച്ചത്? പ്ലീസ് കമൻറ്റ്. ആൻഡ് പിന്നെ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു, എൻ്റെ അമ്മ എനിക്ക് കേരള ഫുഡ് ഉണ്ടാക്കി തരുന്നില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. നമ്മളൊരു യൂട്യൂബ് ചാനലിലുള്ളതല്ലേ, അതിനകത്ത് ഷോർട്സ് എടുക്കുക, കേരള ഡിഷസ് അടിച്ചു കൊടുക്കുക. അതിനകത്ത് വരുന്ന പോലെ നമ്മൾ അങ്ങോട്ട് ശ്രമിക്കുക.
എവറിത്തിങ് ഇസ് പോസിബിൾ, നത്തിങ് ഇസ് ഇമ്പോസിബിൾ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തതാ നമ്മുടെ കടലക്കറിയുണ്ട്, മാങ്ങാച്ചാർ ആൻഡ് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പോൾ നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് വെണ്ടയ്ക്ക കഴിക്കാം. അടിപൊളി, വെരി യമ്മി. സ്പെഷ്യലി ഈ കടലയും ഈ മാങ്ങ ഉണ്ടല്ലോ, ഈ അച്ചാറും കൂടെ നല്ല കോമ്പിനേഷനാണ് ഗൈസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. നമ്മുടെ കടലക്കറിക്കൊരു ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. വെരി യമ്മി. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈമാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അതും വളരെ കറക്റ്റായിട്ട് നമ്മൾ വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഇടിയപ്പം വിത്ത് ഒരു ദാൽ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. എപ്പോഴും ഞങ്ങൾ ഇടിയപ്പം ട്രൈ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്രയും വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഇടിയപ്പം കിട്ടിയത്. അതിൻ്റെ കൂടെ നമുക്ക് ഈ കട്ടനും കൂടെ കുടിക്കാം. വാവ്, യമ്മി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ. എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇത് വന്നിട്ട് നമ്മുടെ ചേന കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. ഇത് പൊട്ടറ്റോ കറി, മുട്ട വറുത്തത്, ഞാൻ ഈ വർഷത്തെ മാങ്ങ ഞാൻ അച്ചാറിട്ടതാണിത്. സോ അത്, പിന്നെ ഇതൊരു എന്താ പറയുക, വെണ്ടയ്ക്ക എന്ത് കറിയാ, പുളി. ഈ തമിഴ്നാട്ടിൽ പറയുന്ന കാരക്കുഴമ്പ്, അതേമാതിരി വെണ്ടയ്ക്ക കൊണ്ട് ഒരു കറിയാണ് ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. സോ കുറച്ച് മുട്ട എടുക്കാം, കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കറി, കുറച്ച് ഇത് ചേന, പിന്നെ നമ്മുടെ അച്ചാർ. ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഒന്ന് കഴിച്ച് നോക്കാം. വെരി യമ്മി. സ്പെഷ്യലി ഈ കാരക്കുഴമ്പ് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ് കഴിച്ച്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരക്കുഴമ്പ് വളരെ ഈസിയാണ്, വെരി ഈസി. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഇന്നത്തെ ഡിന്നർ നമ്മൾ ചോറും രസം ആൻഡ് ചിക്കൻ പിന്നെ കടുമാങ്ങയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചാലോ ഗൈസ്. ചിക്കൻ നല്ല ചൂടാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കനാണ്, ഡ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും രസവും ഇതും നല്ലൊരു കോമ്പിനേഷനാണ് ആക്ച്വലി ചിക്കൻ. അപ്പോൾ അതേമാതിരി കടുമാങ്ങയും കൂടെ കൂട്ടി അങ്ങോട്ട് കുഴച്ച് നമ്മൾ കഴിച്ചാണ്ടല്ലോ സൂപ്പറായിരിക്കും. സൂപ്പറല്ലോ ഞാൻ, വെരി യമ്മി. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ട് ഇതാ പീസ് കറിയുണ്ട്, അച്ചാറുണ്ട്, മുട്ട വറുത്തതുണ്ട് ആൻഡ് നമ്മുടെ ലേഡീസ് ഫിംഗർ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് കഴിച്ചാലോ ഗൈസ്. എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. യോർ അച്ചാർ, മുട്ട എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി കുഴച്ച്. ജാമി പീസ് കറി സൂപ്പറായിട്ടുണ്ട്. വെരി ടേസ്റ്റി ഗൈസ്. ബോട്ടിൽ ഗാർഡ് പടവളങ്ങ കൊണ്ട് ഒരു മുളക് പൂശും ആൻഡ് ദിസ് ഇസ് ബോട്ടിൽ ഗാർഡ് കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി ആൻഡ് ഓൾസോ ചെറുപയർ. പിന്നെ നമ്മുടെ ഗാർലിക്കിൻ്റെ ഒരു ഇച്ചിരി അച്ചാർ എടുത്തിട്ടുണ്ട്. കഴിക്കാം. വെരി ടേസ്റ്റി യമ്മി. അങ്ങനെ സിമ്പിൾ ഫുഡ് വളരെ ടേസ്റ്റിയാണ് ഗൈസ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനത്തെ ചെറിയ കറി, എന്ത് പച്ചക്കറിയല്ല, അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഹോംലി ഫുഡ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഗൈസ്. നമ്മൾ എത്ര ഹോട്ടലിൽ പോയി എന്തെല്ലാം വമ്പൻ ടേസ്റ്റി സാധനം കഴിച്ചാലും ഒരു ഹോം ഫീലിംഗ് അത് ഇതൊക്കെ കഴിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ ഗൈസ്. ആൻഡ് ഇറ്റ് ഇസ് ഹെൽത്തി, ഏറ്റവും നല്ലതാണ്. ഓക്കെ, ഇന്ന് നമ്മുടെ ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. ഇതാ നമ്മുടെ ഒരിറ്റൽസ് ഈ കാബൂളി ചന ഇല്ലേ, അതിൻ്റെ കറിയും, പിന്നെ എന്താണ് മുട്ട വറുത്തത്, ഓംലെറ്റ്. ഇത് വന്നിട്ട് നമ്മുടെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ ക്യാബേജ്, ഇതെല്ലാം കൂടെ ചേർന്ന് വരണം. പിന്നെ നമ്മുടെ കടുമാങ്ങ, അച്ചാർ. സോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി കുഴച്ച് ഒന്ന് കഴിച്ചാലോ. സൂപ്പർ ഗൈസ്, യമ്മിയാണ്. ഈ ചന പൂരിയുടെ കൂടെയൊക്കെ സൂപ്പർ അല്ലേ, ഈവൻ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് ഗൈസ്. നമ്മുടെ കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു മോര് കറിയാണ്, തേങ്ങയൊക്കെ അരച്ചിട്ട്. അതിൻ്റെ കൂടെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, നമ്മുടെ മാങ്ങാച്ചാർ.
ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിക്കാം. ഓക്കെ, യമ്മി, വെരി ടേസ്റ്റി, സിമ്പിൾ. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഞങ്ങൾ വെണ്ടയ്ക്ക കഴിക്കണം കാണാം. ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. നമ്മുടെ ഗട്ടിനൊക്കെ വളരെ നല്ലതാണ്. സോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മെഴുക്കുവരട്ടിയാണ് ഇപ്പോൾ കഴിക്കാറ്. അപ്പം ഇത് നമ്മുടെ ഉച്ചയൂണിതാ ചെറുപയറിൻ്റെ ഇതും ബീൻസിൻ്റെ മെഴുക്കുവരട്ടി കൂടിയാണ് ഗൈസ്. അപ്പോൾ കുഞ്ഞിന് തട്ടെ. എങ്ങനെയുണ്ട് കുഞ്ഞാ? സൂപ്പറാണോ? വാവ്. അപ്പോൾ ഗൈസ് ഞാനൊന്ന് കഴിച്ചോളാം. കൊള്ളാലോ, നന്നായിട്ടുണ്ട്, സൂപ്പർ. ഓക്കെ ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താണ് ലഞ്ച്? മോര് കൂട്ടാനുണ്ട്, ഇതാ മുതിരക്കറിയുണ്ട്, ബീൻസ് ഉപ്പേരിയുണ്ട്, അച്ചാറുണ്ട്, ചേട്ടൻ എന്താ കൊണ്ടുവന്ന് മുട്ടയുണ്ട്. സോ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാം. അതെ, ഞാനെപ്പോഴും മുട്ട ഒരു പുഴുങ്ങി വെക്കും, പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് മിസ് ചെയ്യും. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. മോര് കൂട്ടാനും ഉപ്പേരിയും മുതിരയും നൈസ് കോമ്പിനേഷൻ. പരിപ്പും തക്കാളിയും തേങ്ങ അരച്ച ഒരു കറിയാണ്. പിന്നെ മുട്ട പൊത്തിപ്പൊരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ രാവിലെ ഉണ്ടാക്കിയതാണ് സ്വീറ്റ് പൊട്ടേറ്റോ ഉണ്ട്. ആൻഡ് യു ഹാവ് ദി അച്ചാർ. നമുക്കിതൊക്കെ കൂട്ടി ഒന്ന് കഴിക്കാം. ഗൈസ്, ഈ പരിപ്പ് കറി അടിപൊളിയാണ്. തേങ്ങ അരച്ച് വെച്ചത് കിട്ടും, അടിപൊളി ടേസ്റ്റ്. മൊത്തം അതിനൂടെ. അപ്പം ഗൈസ് വീണ്ടും അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കിയ. തേങ്ങ അരച്ചൊരു മീൻകറി, മാങ്ങയൊക്കെ ഇട്ട് വെച്ചതും, പിന്നെ ഇത് നമ്മുടെ പപ്പായ തോരനും, പിന്നെ ഇത് വന്നിട്ട് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഗൈസ്, ഒരു നെയ്മീൻ പോലത്തെ ഒരു മീനാണിത്. അങ്ങനെ അത് ഞാൻ വറക്കുകയും ചെയ്തു, കറിയും വെച്ചു. എനിക്ക് പിന്നെ കറി വെച്ചത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഫ്രൈ ആണ് എടുത്തത്. ഇതൊക്കെ നാരങ്ങ അച്ചാർ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിങ്ങനെ കൂട്ടി കുഴച്ച് ഒന്ന് കഴിച്ച് നോക്കാം. പക്ഷേ ഇതിനകത്ത് ഇടയ്ക്ക് ചെറിയ ചെറിയ മുള്ളുണ്ട് കേട്ടോ, അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കഴിക്കാൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചയ്ക്ക് ഉള്ള വിഭവങ്ങൾ മത്തങ്ങയും വൻപയറും കൂടിയിട്ട് ഉള്ള ഒരു കറിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ സോയ ചങ്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് ഗൈസ്, മീനും ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കാം. അടിപൊളി കോമ്പിനേഷൻ. മീൻ ഫ്രൈയും സോയയും അതുമതി. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ ഉള്ളിയൊക്കെ പച്ചക്കറി കഴിക്കാൻ? രമന വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഉള്ളിയും കൂടെ വെച്ചാൽ കിടുമായിരിക്കും. ഫ്രൈ ഒക്കെ ഉള്ളപ്പം ഇങ്ങനെ ഉള്ളി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല, വെരി യമ്മി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്താണെന്ന് നോക്കൂ. വി ഹാവ് പീസും ഒക്കെ ആയിട്ടുള്ളൊരു കറി. അതിൻ്റെ കൂട്ടത്തിൽ ഇതെന്താണ്? സുണ്ടൽ. തമിഴ്നാട്ടിലെ സുണ്ടൽ എന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ നമ്മുടെ ഇന്ന് കിളിമീനുണ്ട്, അതേമാതിരി മത്തിയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് കഴിക്കാം. ഓക്കെ, യമ്മി ഗൈസ്. നമുക്ക് കിളിമീനും കൂടെ എടുക്കാം. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മുളകിട്ട മീൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വി ഹാവ് കോളിഫ്ലവർ, പിന്നെ അതേമാതിരി കടലക്കറിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോൾ അങ്ങോട്ട് വെച്ചതേ കേട്ടോ മീൻ കറി. അതാണ് ഈ ചൂട് തന്നെ, ചൂട് വരുന്ന കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ, കുറച്ച് കടല, ഇതെല്ലാം കുഴച്ച് നമുക്കൊന്ന് കഴിച്ചാലോ ഗൈസ്. ഗൈസ്, മീൻ കറി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. വെരി യമ്മി. എനിക്ക് എൻ്റെ മമ്മീൻ്റെ കറിയൊക്കെ ഓർമ്മ വരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് മത്തി. മത്തി കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഏത് മീനും. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ ഡിന്നർ വന്നിട്ട് ഇടിയപ്പമാണ് ഗൈസ്. ഇടിയപ്പവും ഇതിൻ്റെ കൂടെ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഗൈസ്, ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഞാനിപ്പോൾ ഒരു മീൻ കറി വെച്ചു. നമ്മുടെ ചാള, അതായത് മത്തിക്കറിയാണ്. തേങ്ങയൊക്കെ അരച്ചൊരു മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന, കുടംപുളിയൊക്കെ ഇട്ട്. ഹായ് ഗൈസ്, അപ്പോൾ ഡിന്നറിന് നമ്മൾ ഇടിയപ്പവും മീൻ കറിയുമാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കഴിച്ചാലോ.
സോ ഗൈസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഇടിയപ്പവും മീൻകറിയും, സാധാരണ ഇടിയപ്പവും കടലക്കറിയും സ്റ്റൂവും ഒക്കെ അല്ലേ? നമ്മൾ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റിയാക്ഷൻ അവിടെ നിന്നാണ് വരുന്നത്. വെരി വെരി യമ്മി ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വെണ്ടയ്ക്ക മോര് കറിയും ഇത് നമ്മുടെ ഇടിച്ചക്ക തോരനും നമ്മുടെ മത്തിക്കറിയും കൂടിയാണ് നമ്മളിന്ന് കഴിക്കുന്നത്. ഒന്ന് കഴിച്ചല്ലോ ഗൈസ്. വെരി വെരി യമ്മി ഗൈസ്. അപ്പോൾ ഈ ഇടിച്ചക്ക വന്നിട്ട് നമ്മുടെ ശ്രീകല തന്നതാണ്, അവരുടെ പറമ്പിലുണ്ടായ ഇടിച്ചക്കയാണ്. സോ അത് ഞാനിന്ന് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയതാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. ലഞ്ചിന് ഇതാ നമ്മുടെ സ്മിത കൊണ്ടുവന്ന ചീരയാണ്, നാടൻ ചീര. ആൻഡ് നമ്മുടെ ചിക്കനും ഉണ്ട്. ഇതും പൊട്ടാറ്റോ കറിയും കൂടെ മസാലക്കറിയാണ്. ഇത് കൂട്ടി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ. വെരി വെരി യമ്മി ഗൈസ്. ചീര കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കഴിക്കുന്നത്. വെരി ടേസ്റ്റി. അപ്പോൾ നിങ്ങളൊക്കെ എന്താ കഴിച്ച ഗൈസ്? ഇന്ന് നമ്മുടെ ഉച്ചയൂണിന് പീര പറ്റിച്ചതുകൊണ്ട് നമ്മുടെ സോയ ആൻഡ് മീൻ ഫ്രൈ ആണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ചാലോ ഗൈസ്. എനിക്കിങ്ങനെ ഡ്രൈ, നിങ്ങൾക്ക് പണ്ടും അറിയാം, എനിക്ക് ഡ്രൈ ഭയങ്കര ഇഷ്ടമാണ്. സോ അതും നമ്മുടെ ഈ സോയ ആൻഡ് ഈ മത്തി ഉണ്ടല്ലോ, മുള്ളോടെ നമുക്ക് കഴിക്കാം. ദർ ഇസ് നോ ഇഷ്യൂ. സോ അങ്ങനെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ ഗൈസ്. അടിപൊളി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ പീര പറ്റിച്ചതും മത്തി 1.5 ഒരു കറി കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇന്ന് ട്രൈ ചെയ്ത പത്തിരി മീൻചാറും കൂടിയാണ് കൂട്ടണത്. അടിപൊളി. ആൻഡ് പത്തിരി സോ സോഫ്റ്റ്. അടിപൊളി. ഒത്തിരി ഇഷ്ടമായി. എന്തായാലും ഈ ഒരു ഡിഷും സൂപ്പറാണ്. യൂഷ്വലി നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേ പത്തിരിയൊക്കെ വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ ഇത് നമ്മൾ ട്രൈ എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മുരിങ്ങേരക്കറിയും നമ്മുടെ കൂമ്പ് തോരനും കൂടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി കഴിച്ച്. വെരി യമ്മി ഗൈസ്. ഇത് ഓർഗാനിക് ആണ്. നമ്മുടെ ശ്രീകല കൊടുത്തയച്ച മുരിങ്ങയിലയും അതേമാതിരി കൂമ്പും അവരുടെ പറമ്പിലുണ്ടായത് ഇതെല്ലാം. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി നാരങ്ങ കൂടെ ചേർത്ത് ഒരു പിടി പിടിച്ചാൽ അടിപൊളിയായിരിക്കും. സൂപ്പർ. ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് അമ്മയുടെ വക സ്പെഷ്യൽ ആണിത്. ചക്ക, മുരിങ്ങയ്ക്ക, മാങ്ങയൊക്കെ ഇട്ട ഒരു തേങ്ങ അരച്ചിട്ടൊരു കറി, പിന്നെ അതേമാതിരി വെണ്ടയ്ക്ക ഉപ്പേരി, നമ്മുടെ ഓംലെറ്റ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമുക്ക് ഒന്ന് കഴിച്ചാലോ. ഇതാ അമ്മണിയൊക്കെ ഇഷ്ടമല്ലേ ഡ്രം സ്റ്റിക്ക്? നിങ്ങൾക്ക് ഇഷ്ടം? ഇതാ കഴിച്ചോ. അതെ, നല്ല മാങ്ങയും മേപ്പ് വരട്ടിയും ഉപ്പേരിയും ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം. അടിപൊളി. സൂപ്പർ ടേസ്റ്റ്. ആ അതെ. അപ്പോൾ നമ്മൾ ചക്കക്കുരു വന്നിട്ട് നമ്മുടെ വിജയലക്ഷ്മി അമ്മയുടെ ചക്കക്കുരു, മാങ്ങ എനിക്കൊന്ന് സ്മിതയുടെ മാങ്ങയും, മുരിങ്ങയ്ക്ക വന്നിട്ട് അമ്മേൻ്റെത്, എല്ലാം കൂടെ കൂട്ടി കുഴച്ചാണ് നമ്മൾ കഴിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഓർഗാനിക്കാണ് ഗൈസ്. ഒന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല. ഇതൊക്കെ അവരവരുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ വീണ്ടും അടുത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗസ്റ്റും കൂടെ ഉണ്ട്, നമ്മുടെ ശ്രീകലയാണ്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ. കഴിച്ചോ, തുടങ്ങിക്കോ. അപ്പോൾ നമുക്ക് കുറച്ച് ചീര, ഇത് എല്ലാം കൂടെ മിക്സ്. അതെ ഭാരതിയമ്മ, അതാ ഞങ്ങൾ ഇപ്പോൾ അതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ. അടിപൊളി, സൂപ്പർ. അപ്പോൾ വീണ്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന് വൻപയർ, അതായത് ഉണക്കപ്പയറാണ്. ഇത് നമ്മുടെ ശ്രീകല കൊടുത്തു വിട്ടതായിരുന്നു. അപ്പോൾ ആ ഉണക്കപ്പയറും പിന്നെ മഹേശ്വരൻ്റെ അമ്മ തന്ന പച്ചക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കി. സോ പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഫേവറേറ്റാണ്, നമ്മുടെ കൂർക്ക ഉപ്പേരി. കൂർക്കയും ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് നമുക്കൊന്ന് കഴിച്ചാലോ ഗൈസ്. വെരി വെരി യമ്മി.
സൂപ്പർ. കൂർക്ക ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ. അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചയൂണിനുള്ള സംഭവം ഇതാ, ഇത് അഗസ്ത്യ എന്ന് പറയുന്ന പൂവിൻ്റെ ഒരു കറിയാണ്. നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടൊരു കറിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ സ്മിത തന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സൈഡ് ഡിഷായിട്ട് സ്മിത തന്നെ തന്ന ചീരയാണ്, നല്ല നാടൻ ചീര. അപ്പം അതുകൊണ്ടൊരു തോരനും ഉണ്ടാക്കി, നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള തോരൻ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് എന്താണെന്ന് നമുക്ക്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്, ഞാൻ കാണാറുണ്ട് ഇങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷേ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. നമ്മുടെ നോർമൽ ക്യാബേജ് ആ കളറല്ലേ എടുത്ത് വയ്ക്കാറുള്ളൂ. അപ്പോൾ പ്രാവശ്യം വിചാരിച്ചൊന്ന് മാറ്റി പിടിച്ചാലോ, അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടോപ്പിൽ വയലറ്റ് കളർ ക്യാബേജ് കൊണ്ടുവന്നത്. വേറെ പ്രത്യേകിച്ച് എന്താ പറയുക, എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല, സെയിം എങ്ങനെ നമ്മൾ തോരൻ വയ്ക്കുന്നു അതേപോലെയൊക്കെ തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റ് ഒന്നും അറിയില്ല, ലെറ്റ്സ് സീ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വൺ ഓഫ് ദ ഡിഷ് ഫോർ ലഞ്ച്. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് ഞാൻ എന്താ നല്ലൊരു മത്തിക്കറിയും വെക്കുന്നുണ്ട് ഗൈസ്, തേങ്ങയൊക്കെ അരച്ച് ഒരു മത്തിക്കറി ഉണ്ട്. ആൻഡ് മത്തി എവിടെയാണ് കണ്ടോ. ആൻഡ് ദെൻ അതേമാതിരി നല്ലൊരു മീൻ ഫ്രൈ, മത്തി ഫ്രൈയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചയ്ക്കുള്ള വിഭവങ്ങൾ. അപ്പോൾ വീണ്ടും ഇന്ന് നമ്മുടെ ലഞ്ചിന് ഇതാ ഇന്നലത്തെ മീൻ കറി ഉണ്ട് ഗൈസ്, അത് ഞാനൊന്ന് ചൂടാക്കുകയാണ്. പിന്നെ ഞാൻ ഇതാ മീൻ ഫ്രൈ ചെയ്തു, പിന്നെ അതുപോലെ തന്നെ സാമ്പാർ വെച്ചു, ആൻഡ് ചോറ്, പിന്നെ ഞാൻ വെച്ചത് നമ്മുടെ ചീരത്തോരനാണ് കേട്ടോ. ഇതെല്ലാം ആണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിന്. അപ്പോൾ ഇന്ന് വൈകിട്ട് എക്സാം തുടങ്ങുക, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാം പെട്ടെന്ന് മാറ്റി. അപ്പം അവർക്ക് എന്തായാലും ഉച്ചയ്ക്ക് എക്സാം, അതുകൊണ്ട് എല്ലാം കഴിച്ചിട്ട് പോകാൻ പറ്റും. സോ അത് ഓൾറെഡി എങ്ങനെയുണ്ട്, എല്ലാം കൊള്ളാമോ? അപ്പോൾ ഇന്ന് പരീക്ഷ സൂപ്പറായിട്ട് എഴുതാൻ പറ്റുമല്ലേ, നല്ല ഫുഡ് കഴിച്ചോളൂ. ഇത് മലയാളമാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മുരിങ്ങയില കൊണ്ടൊരു മോര് കറിയാണ് ഇന്ന് ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കണത്. തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു മോര് കൂട്ടാൻ, അതുമാതിരി ഇതാ മുരിങ്ങയിലയും തേങ്ങയൊക്കെ ആയിട്ട് ഒരു തോരൻ പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക സാമ്പാറും, വെണ്ടയ്ക്ക ക്യാരറ്റൊക്കെയുള്ള ഒരു സാമ്പാറും, മുരിങ്ങയ്ക്ക, പിന്നെ ഇതാ ക്യാബേജ് ആൻഡ് ഒരു പച്ചടി പോലെ ഒരു സംഭവം, വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം ഗൈസ്. സോ ലെറ്റ്സ് ഹാവ് ഇറ്റ്. ഉള്ളത് ശരിക്കും ഇത് നമുക്ക് ഓണത്തിനൊക്കെയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുക, പക്ഷേ ഇന്നെന്തോ സദ്യ ഇല്ലെങ്കിലും വെറുതെ ഉണ്ടാക്കാൻ തോന്നി. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ചീര തോരനാണ്. ഇത് നമ്മുടെ സ്മിത കൊണ്ടുവന്ന ചീരയാണ്, ഓർഗാനിക്. ആൻഡ് മീൻ കറി എന്ന് പറഞ്ഞാൽ മീനില്ലാത്ത കറി, മീൻ കറി പോലത്തെ കുടംപുളിയൊക്കെ ഇട്ട് മാങ്ങയൊക്കെ ഇട്ട് ഒരു മീൻ കറി, ആ ഒരു ടേസ്റ്റാണ്. അച്ചാർ വേണ്ടല്ലോ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഫിഷ് ഇല്ലാത്ത ഫിഷ് കറി, കിടുക്കാച്ചി, അടിപൊളി. പാത്രമുള്ള ഇന്ന് നമ്മുടെ ഉച്ചയ്ക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നല്ല മുളകിട്ട മത്തിക്കറിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കുറുകുറാന്നിരിക്കുന്ന ഒരു മത്തിക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളത് എന്താ നമ്മുടെ അനുമോൾ കൊടുത്തുവിട്ട മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കൂട്ടാൻ പോകുന്നത്, മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇതാ മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പം അതും പിന്നെ നമ്മുടെ കിളിമീൻ ഫ്രൈയും ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമുക്കൊന്ന് ചോറുണ്ടാലോ ഗൈസ്, നമുക്കൊന്ന് ചൂടോടെ കഴിച്ചാലോ. നല്ല ചൂട് ചോറ്, മീൻ കൂട്ടാൻ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും കൂടെ ഇട്ടൊന്ന് കുഴച്ച് കഴിക്കാം ഗൈസ്. കിടുക്കാച്ചി. ആക്ച്വലി മാമ്പഴ കൂട്ടാനൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കൂട്ടണം, കിടുക. പണ്ടൊക്കെ നാട്ടിലൊക്കെ വന്ന് ഇത് ബിക്കോസ് ഒരു മധുരമൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അനു സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഈ മീനും കൂടെ ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി, സൂപ്പർ. അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചയൂണിന് വൻപയർ, ഇത് നമ്മുടെ ശ്രീകല തന്ന പയറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കൂട്ടാനും, പിന്നെ മത്തി കൊണ്ട് പീര പറ്റിച്ചതായിരുന്നു, അപ്പോൾ അതും പിന്നെ വറുത്ത മീനും ഒക്കെ കൂടി കൂട്ടി നമുക്കൊന്ന് കുഴച്ച് ഒന്ന് കഴിക്കാം. സൂപ്പർ, അടിപൊളി, യമ്മി. ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് മത്തി കൊണ്ടുള്ള കളിയാണ് ഗൈസ്.
ആൻഡ് ഇറ്റ് ഈസ് വെരി ഹെൽത്തി ഓൾസോ. സൂപ്പർ. നല്ല അടിപൊളി ഒരു ചിക്കൻ ഡ്രൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്ന പെപ്പർ. പിന്നെ പുളി, രസമല്ല പുളി, പാലക്കാട് തൃശ്ശൂർ ഇവരുടെയൊക്കെ ഒരു വിഭവമാണ് പുളി. നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും പുളിയും എല്ലാം കൂടി ചേർന്ന് പുളിയും കറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതും ഈ ഫ്രൈ ചിക്കനും കൂടെ നല്ല അടിപൊളിയായിരിക്കും ഗൈസ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. യമി. ഹൗ വാസ് ഇറ്റ് കുഞ്ഞാ? സൂപ്പറായിട്ടില്ലേ? സൂപ്പർ.